നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഇടുക്കി ജില്ലയിൽ ലഭിച്ച 50% അപേക്ഷകളിലും നടപടികൾ സ്വീകരിച്ചുവെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് പറഞ്ഞു. ഇടുക്കി ജില്ലയിൽ ആകെ ലഭിച്ച 42,237 അപേക്ഷകളിൽ 21,727 അപേക്ഷകൾക്ക് തീർപ്പുണ്ടായി. ഡിസംബർ 10, 11, 12 തീയതികളിലായി ഇടുക്കി ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിൽ നടന്ന നവകേരള സദസ്സിലേക്ക് ജനസാഗരമാണ് ഒഴുകിയെത്തിയത്. മണ്ഡലാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ അപേക്ഷകൾ ലഭിച്ച ജില്ലയാണ് ഇടുക്കി. ജില്ലയിലെ പട്ടയ പ്രശ്നങ്ങൾ അടക്കമുള്ള കർഷകരുടെ പ്രശ്നങ്ങളാണ് അപേക്ഷകളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമായത്. 50%-ലധികം അപേക്ഷകളിൽ പരിഹാരമുണ്ടായിക്കഴിഞ്ഞു എന്ന് ഇടുക്കി കളക്ടർ ഷീബ ജോർജ് പറഞ്ഞു. ടോട്ടൽ അപേക്ഷയിൽ 50% ഇതുവരെ പൂർത്തിയായിട്ടുണ്ട്. അത് ഡിസ്പോസ് ചെയ്ത് ആളുകളെ അറിയിച്ചിട്ടുള്ളതാണ്. ഇതിൽ റവന്യൂ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട പരാതികളിൽ ഏകദേശം ഒരു 15,000 അപേക്ഷകൾ റവന്യൂ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട പരാതികളാണ്. അത് CMDRF, പട്ടയം, അതുപോലെ ഭൂമിയുടെ തരംമാറ്റം, റീസർവേ തുടങ്ങിയ പ്രധാന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത്തരം വിഷയങ്ങൾ നമുക്ക് നിയമപരമായിട്ടുള്ള പ്രൊസീജിയർ ഉപയോഗിക്കേണ്ടതുള്ളതുകൊണ്ട് അതിന്റെ ആ പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ അപേക്ഷകരെ നമ്മൾ അറിയിക്കുന്നുണ്ട്. തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ ആകെ ലഭിച്ച 9,436 അപേക്ഷകളിൽ 4,762 അപേക്ഷകളിൽ തീർപ്പുണ്ടാക്കി. ദേവികുളം 9,775-ൽ 4,448, ഇടുക്കി 8,203-ൽ 3,729, ഉടുമ്പൻചോല 6,088-ൽ 3,736, പീരുമേട് 8,735-ൽ 5,052 എന്നിങ്ങനെ ആകെ ലഭിച്ച 42,237 അപേക്ഷകളിൽ 21,727 അപേക്ഷകളിൽ തീർപ്പുണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അപേക്ഷകൾ ലഭിച്ച റവന്യൂ വകുപ്പിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും പട്ടയ പ്രശ്നങ്ങളും റീസർവേ ഇനങ്ങളിലുമായി 15,581 അപേക്ഷകളാണ് ലഭിച്ചത്. അതിൽ 6,098 അപേക്ഷകളിലും തീർപ്പുണ്ടാക്കി കഴിഞ്ഞു. തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട് ലഭിച്ച 11,935 അപേക്ഷകളിൽ 10,723 അപേക്ഷകളിലും തീരുമാനമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടമാണ്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട അപേക്ഷകളിൽ അതിവേഗം നടപടികൾ സ്വീകരിക്കുവാൻ തീവ്ര പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇടുക്കി ജില്ലാ ഭരണകൂടം. കൈരളി ന്യൂസ്, ഇടുക്കി.